നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥ പറച്ചിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറുവാ സംഘം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു ചെറിയ ഭയം വരും. എപ്പോഴാണ് ഇവരൊക്കെ നമ്മളെ വീടിൻ്റെ വാതിൽ പൊളിച്ച് അകത്ത് കയറുള്ളതൊക്കെ എടുത്തിട്ട് പോകുക എന്നുള്ളൊരു സംശയം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് വെള്ളം വീഴുന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം പോകണം നമ്മൾ വിചാരിച്ചിട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ചാടി എഴുന്നേറ്റ് പോയി ഓഫ് ചെയ്യാൻ നോക്കും. അല്ലെങ്കിൽ തുറന്ന ടാപ്പ് അടക്കാൻ മറന്നുപോയെന്ന് വിചാരിച്ചിട്ട് ചാടി അടുക്കള മുതലൊക്കെ തുറന്ന് ചെന്ന് നോക്കാൻ നോക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കും, ഇനി ഏതെങ്കിലും മോഷണ സംഘങ്ങൾ നമ്മളെ വീടിനടുത്ത് എത്തിയിട്ടുണ്ട്, അവർ ഒപ്പിക്കുന്ന അടവാണ് നമ്മൾ സംശയിക്കും. കാരണം കുറുവാ സംഘത്തിൻ്റെ ഒരു രീതിയാണത്. നമ്മൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി കുട്ടികളുടെ ശബ്ദത്തിൽ കരയുക, പൈപ്പിൻ്റെ ടാപ്പ് തുറന്നു വിടുക പോലുള്ള കാര്യങ്ങൾ. ഒരുപക്ഷെ കുറുവാ സംഘങ്ങളെക്കുറിച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കാര്യങ്ങൾ. അവരെവിടെ നിന്ന് വരുന്നു? തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമങ്ങൾ എന്നറിയപ്പെടുന്ന പ്രധാനമായിട്ടും തിരുച്ചിറപ്പള്ളിക്ക് അടുത്തുള്ള ഗ്രാമങ്ങളാണ്. രാംജി നഗർ എന്ന ഗ്രാമമായിരുന്നു ആദ്യം തിരുട്ട് ഗ്രാമമായിട്ട് അറിയപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ അതുപോലുള്ള ഒരുപാട് തിരുട്ട് ഗ്രാമങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് വരുന്നവരാണ് ഈ കുറുവാ സംഘങ്ങൾ. അവർ ഒരു നാട്ടിലെത്തി പലതരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളുകളെ പോലെ അലഞ്ഞുതിരിഞ്ഞ് നടന്നിട്ട് ആ നാട്ടിൽ മോഷ്ടിക്കാൻ പറ്റുന്ന വീഡിയോകൾ നോക്കി വെക്കുന്നു. രാത്രി പിൻവാതിൽ പൊളിച്ച് അകത്ത് കടന്ന് മോഷണം നടത്തുന്നു. ആഭരണങ്ങളും പണവും ഒക്കെയാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. വേണമെങ്കിൽ ആളുകളെ അപായപ്പെടുത്താൻ ഇവർ മടിക്കാറില്ല. ഇതൊക്കെയാണ് നമുക്ക് ഇവരെക്കുറിച്ചുള്ള ധാരണകൾ. അപ്പോൾ ഞാൻ ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധിച്ച ഒരു വിഷയം, ഒരു ഗ്രാമം മുഴുവനുമുള്ള കള്ളന്മാർ എങ്ങനെയാണ് ഇവർക്കൊരു ഗോത്രം പോലെ നിലനിൽക്കാൻ കഴിയുക? ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെന്നറിയാനുള്ളൊരു അന്വേഷണം നടത്തി നോക്കി. ആ അന്വേഷണം ചെന്നെത്തി നിന്നത് ഒരു പുസ്തകത്തിലാണ്. നോട്ട്സ് ഓൺ ക്രിമിനൽ ക്ലാസസ് ഓഫ് ദി മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്ന ഒരു പുസ്തകം. അത് എഴുതിയിരിക്കുന്നത് ഫ്രെഡറിക് മെലാനി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. അയാളുടെ പുസ്തകത്തിൽ മദ്രാസ് പ്രസിഡൻസിയിൽ അക്കാലത്തുണ്ടായിരുന്ന കള്ളന്മാരുടെ അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഗോത്രങ്ങളെക്കുറിച്ചുള്ള വിവരണമുണ്ട്. ആ വിവരണങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ കുറുവാ സംഘം എന്ന് പറയുന്നവരുടെ അല്ലെങ്കിൽ ഈ തിരുട്ട് ഗ്രാമം എന്ന് പറയുന്നവരുടെ, കുറുവാ സംഘം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജാതിയോ മതമോ ഒന്നുമല്ല. തമിഴ്നാട് പോലീസ് അവർക്കിട്ടിരിക്കുന്ന ഒരു പേരാണ്. അപ്പോൾ ഈ സംഘങ്ങൾ വരുന്ന തിരുട്ട് ഗ്രാമങ്ങളുടെ മുൻ തലമുറക്കാർ, മുൻഗാമികൾ എന്ന് പറയുന്നവർ ഒരു പക്ഷേ ഈ ആളുകളായിരിക്കണം. ഞാൻ പറയുന്നത് അവരുടെ പൂർവികരാണ് എന്ന രീതിയിലല്ല, പക്ഷെ ഇവരുടെ ഒരു മുൻഗാമികൾ, ഇവർക്ക് ഇങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ടാക്കിയെടുക്കുന്നതിലെ മുൻഗാമികൾ ഒരു പക്ഷേ ഈ പുസ്തകത്തിൽ പറയപ്പെടുന്ന കള്ളന്മാരുടെ ഗോത്രമായിരിക്കും. കാരണം ഇവരുടെ ഒരു ജീവിത രീതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാകും. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന കഥ ഈ പുസ്തകത്തിൽ പരാമർശിക്കപ്പെടുന്ന ചില ഗോത്രങ്ങളെ കുറിച്ചാണ്. എല്ലാവരെയും കുറിച്ചല്ല, അതിനുള്ള സമയം ഉണ്ടാവില്ല. ഒരു 2-3 ഗോത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾക്ക് ഇവരുടെ കഥകളിലേക്ക് വരാം. 8-9 ഗോത്രങ്ങളെക്കുറിച്ച് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അളഗിരീസ്, അതിൽ തന്നെ 4 വിഭാഗങ്ങളുണ്ട്. കേപ്പ് മാരീസ്, ദോങ്ക ഡാസറീസ്, ഗുഡു ദാസറീസ്, പടയച്ചികൾ എന്നറിയപ്പെടുന്ന ആളുകൾ. പിന്നെ അതുകൂടാതെ ജോഗീസ്, യാനാഡീസ്, കള്ളർഗർ, മറവർ, കുറവർ എന്നൊക്കെ പറയുന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ഈ അളഗിരീസ് എന്ന് പറയുന്നവരാണ്. അളഗിരീസിൽ പെട്ടവർ തന്നെയായിരിക്കും ഒരുപക്ഷെ കുറുവാ സംഘത്തിന്റെ പ്രചോദനം എന്ന് പറയാനുള്ള കാരണം അവരുടെ ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ അളഗിരീസിലെ 4 വിഭാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മധുരൈ പട്ടണത്തിന്റെ ഏകദേശം 10-12 മൈൽ വടക്കോട്ട് മാറി ഒരു ക്ഷേത്രമുണ്ട്. കള്ളഴക ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ പേര് കള്ളർ, അഴകർ എന്ന് പറയുന്ന 2 വാക്കിൽ നിന്ന് വന്നതാണ്. കള്ളർ എന്ന് പറയുന്നത് കള്ളന്മാർ എന്നാണ് അർത്ഥം. അഴകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴകുള്ളയാൾ. അപ്പോൾ അഴകുള്ള കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാരുടെ അഴകുള്ള ദൈവം കള്ളഴകരാണ് ഇവരുടെ ആരാധനാമൂർത്തി. ഈ കള്ളഴകരിലെ അഴകർ എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ അളകർ എന്ന് പറയുന്ന ഭാഗമാണ് ഈ അളഗിരീസ് പേരായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ അളഗിരീസിൽ തന്നെ 4 വിഭാഗങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗത്തിൻ്റെ പേരാണ് കേപ്പ് മാരീസ്. തമിഴ് ഭാഷയിൽ ഇപ്പോഴും കേപ്പ് മാരി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഫ്രോഡ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ആ പേരിൽ ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മാത്രമല്ല കേപ്പ് മാരീസിനെ കുറിച്ച് ഒരു റിട്ടയർഡ് DYSP അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട്. അതിൽ പറയുന്നുണ്ട് ഈ കുറുവാ സംഘം എന്നൊക്കെ പറയുന്നത് കേപ്പ് മാരീസിൻ്റെ മുൻപിൽ ഒന്നുമല്ല എന്നാണ് പറയുന്നത്. കേപ്പ് മാരീസിൻ്റെ ആസ്ഥാനം മദ്രാസ് പ്രസിഡൻസിയിലെ തിരുവള്ളൂർ ഭാഗത്തായിരുന്നു. തിരുവള്ളൂരിനടുത്തുള്ള ഗ്രാമങ്ങൾ, പ്രധാനമായിട്ടും ചെങ്കൽപ്പെട്ട് ജില്ലയിൽ വരുന്ന ഗ്രാമങ്ങളിലായിരുന്നു ഇവർ തമ്പടിച്ചിരുന്നത്. അതിൽ പല ഗ്രാമങ്ങളും കള്ളന്മാർ മാത്രമുള്ള ഗ്രാമങ്ങളായിരുന്നു. അതിൽ നിന്നായിരിക്കും ഈ തിരുട്ട് ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കേപ്പ് മാരീസിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗൊള്ളുച്ചെട്ടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആസ്ഥാനവും തിരുവള്ളൂർ തന്നെയാണ്. മാത്രമല്ല ഓരോ ഗ്രാമത്തിനും ഗ്രാമത്തലവന്മാരുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഈ കള്ളന്മാർ കൊണ്ടുവരുന്ന സാധനങ്ങൾ മറവ് ചെയ്യുക, അത് പിന്നെ വിറ്റിട്ട് കാശാക്കുക, അതിന് ഷെയർ കള്ളന്മാർക്ക് കൊടുക്കുക,
ഒരു ഷെയർ ഇവർ സൂക്ഷിച്ചു വെക്കും. അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു ഭാഗത്ത് പറയാം. ഇവരുടെ കൂട്ടത്തിൽ പോക്കറ്റടി മുതൽ പ്രൊഫഷണൽ മോഷണം വരെ ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് വരെ പോക്കറ്റടി മുതൽ മാല പൊട്ടിക്കുന്ന കാര്യത്തിൽ വരെയൊക്കെ ഇവർക്ക് പരിശീലനം കൊടുക്കുമായിരുന്നു. ഇവർ ആണും പെണ്ണുങ്ങളുമായിട്ട് കൂട്ടമായിട്ടാണ് മോഷണത്തിന് വേണ്ടി ഇറങ്ങുക. പ്രധാനമായിട്ട് ഇവരുടെ മോഷണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഉത്സവങ്ങളോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസോ നടക്കുന്ന സ്ഥലമാണ്. മദ്രാസ് പ്രസിഡൻസിയിൽ എവിടെയൊക്കെ ഉത്സവം ഉണ്ടായാലും അവിടെയൊക്കെ ഇവരുടെ പ്രസൻസ് ഉണ്ടാവുമെന്നാണ് ഫ്രെഡറിക്ക് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുവള്ളൂരിലും അതിനടുത്തുള്ള പ്രദേശങ്ങളിലുമാണ് ഇവരുണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നതെങ്കിലും മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുന്നത് അന്ന് തമിഴ്നാട് മാത്രമല്ല, ആന്ധ്രാപ്രദേശും കർണാടകയുടെ ചില ഭാഗങ്ങളുമൊക്കെ ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേപ്പ് മാരീസിൽപ്പെട്ട ആളുകൾ ആന്ധ്രാപ്രദേശിലെ കമലാപുരത്തും കർണാടകയിലെ മാളൂർ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം എവിടെയൊക്കെ ഫെസ്റ്റിവൽ നടന്നാലും അവിടെ എത്തിപ്പെടും. വേഷം മാറിയിട്ടാണ് ഇവരവിടെ എത്തിച്ചേരുക. വേഷം മാറും, പേരും മാറും. ആ പ്രദേശത്തെ ഏറ്റവും ഉന്നത ജാതിക്കാരാരാണോ അവരുടെ വേഷത്തിലാണ് എത്തിച്ചേരുന്നത്. അവരുടെ വേഷഭൂഷാദികൾ ആ ജാതിക്കാർ ധരിക്കുന്ന പ്രത്യേക രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബ്രാഹ്മണന്മാരാണെന്നുണ്ടെങ്കിൽ പൂണുല് ധരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കടുക്കനിടുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ഇവരവിടെ എത്തിച്ചേരുക. അല്ലെങ്കിൽ വലിയ കച്ചവടക്കാരുടെ രൂപത്തിലായിരിക്കും. പെണ്ണുങ്ങളൊക്കെ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിലായിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ അവിടെ എത്തിച്ചേരുന്നവർ ഇവരുടെ ഈ ആഢ്യത്വം കൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അവരുടെ മുന്നിൽ ഇവർക്കൊരു റെസ്പെക്റ്റും വിശ്വാസ്യതയും ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ അവിടെയുള്ള അമ്പലങ്ങളിലും സത്രങ്ങളിലും, സത്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലത്ത് ഒരു മോട്ടൽ എന്ന് പറയാം, അല്ലെങ്കിൽ വഴിയമ്പലം എന്ന് പറയാം, യാത്രക്കാർക്ക് തങ്ങാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ വഴിയമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ ഇവർക്ക് നിർബാധം പോകാനും വരാനുമുള്ള സൗകര്യം ഇവരുടെ വേഷവിധാനങ്ങൾ തന്നെ കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിപ്പെടുന്ന ആൾക്കാരുമായിട്ട് ഇവർ സംസാരിച്ച് അവരെ വശത്താക്കും. ഇവരുടെ കയ്യിൽ ഒരു ആയുധമുണ്ട്, നമ്മുടെ ബ്ലേഡ് പോലെ രണ്ട് വശത്തും മൂർച്ചയുള്ള ആയുധമാണ്. അതൊന്നല്ലെങ്കിൽ ഇവരുടെ വായിൽ സൂക്ഷിക്കും, അല്ലെങ്കിൽ ഇവരുടെ അരപ്പട്ടയിൽ ഒരു സഞ്ചിയുണ്ട്, വടിസഞ്ചി എന്ന് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ ഈ കഥയിൽ ചില പേരുകൾ പറയുമ്പോൾ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതായിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ഞാൻ വായിച്ചത് ഒരു ഇംഗ്ലീഷ് പുസ്തകമാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന ചില പേരുകൾ അതിൻ്റെ ഉച്ചാരണം തെലുങ്കിലും തമിഴിലും കന്നഡയിലും ഒക്കെ ചിലപ്പോൾ വ്യത്യസ്തമാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചിലപ്പോൾ തെറ്റായി ഉച്ചരിക്കുന്നതാകാം. സദയം അത് ക്ഷമിക്കുക. ഇനി ആർക്കെങ്കിലും അതിൻ്റെ ശരിയായ ഉച്ചാരണം അറിയാമെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. അപ്പോൾ ഈ സഞ്ചിയിൽ ഇവർ കുപ്പിച്ചില്ല് ഒക്കെ സൂക്ഷിച്ചു വെക്കും, മൂർച്ചയുടെ കുപ്പിച്ചില്ല്. ഇത് വെച്ചിട്ടാണ് ഇവർ ബാഗുകൾ കീറി മുറിക്കുന്നത്, അല്ലെങ്കിൽ ആഭരണങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ആഭരണങ്ങളും പണവുമായിട്ട് ഇവർ നേരെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി അത് ഗ്രാമത്തലവനെ ഏൽപ്പിക്കും. ഗ്രാമത്തലവൻ ഇത് വിറ്റ് കിട്ടുന്ന പണം, സാധാരണ ഇതിൽ വിൽക്കുന്നത് ഈ ഗ്രാമത്തിൻ്റെ പരിസരത്തൊക്കെയുള്ള അല്ലെങ്കിൽ പട്ടണങ്ങളിലുള്ള സ്വർണ്ണ വ്യാപാരികൾക്കോ മദ്യവ്യാപാരികൾക്കോ ഒക്കെയാണ്. അങ്ങനെ കിട്ടുന്ന പണത്തിൻ്റെ ഒരു ഷെയർ ആരെണ്ണം മോഷ്ടിച്ചുകൊണ്ട് വരുന്നത് അവർക്കുള്ളതാണ്, അല്ലെങ്കിൽ ആ സംഘത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. മറ്റൊരു ഷെയർ ഒരു കോമൺ ഫണ്ടായിട്ട് ഇവർ സൂക്ഷിച്ചു വെക്കും. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ഇവരാരെങ്കിലും പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കേസ് നടത്താനായിട്ടാണ്. ഇനി അയാൾ പിടിക്കപ്പെട്ട് ജയിലായി പോയി കഴിഞ്ഞാലും ഇവരുടെ കുടുംബങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി മൊത്തമായിട്ടാണ്, ഈ ഗ്രാമം മൊത്തമായിട്ടാണ് വഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയുള്ള ഒരു ഷെയർ എന്ന രീതിയിൽ ഈ പൈസയും എടുത്തു വെക്കും. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് മോഷ്ടിക്കാൻ പോയിട്ട് യാതൊരു ഭയവുമില്ല, പിടിക്കപ്പെടുമെന്ന ഭയമില്ല. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ തങ്ങളുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പുണ്ട്. ഇവരുടെ മറ്റൊരു മോഷണ കേന്ദ്രം എന്ന് പറയുന്നത് തീവണ്ടികളാണ്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലാണ്. തീവണ്ടികളിലും ഇവർ ഇതേപോലെ പെണ്ണുങ്ങളും ആണുങ്ങളും നടന്നൊരു സംഘമായിട്ടാണ് കയറുന്നത്. ഒരു കുടുംബമായിട്ട് ചിലപ്പോൾ കയറും, അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറും. പിന്നെ അവരെ കൂടെയുള്ള യാത്രക്കാരെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പണി. എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്, യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, അല്ലെങ്കിൽ ഇവർക്കറിയാവുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഈ ട്രെയിൻ യാത്രക്കാരെ കയ്യിലെടുക്കും. രാത്രിയാവുമ്പോൾ ഇവരുടെ ബാഗിലൊക്കെയുള്ള ആഭരണങ്ങളും പണങ്ങളും മോഷ്ടിച്ച് ഇവരെല്ലാവരും നേരത്തെ ഒരു സ്റ്റേഷനിൽ ഒത്തുകൂടാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അവിടെ എല്ലാവരും ഇറങ്ങും. പിന്നെ അവിടെ നിന്ന് തിരിച്ച് ഇവർ ഗ്രാമത്തിലേക്ക് പോകും. ഒരു മോഷണത്തിൻ്റെ കഥ ഈ ഗ്രന്ഥകാരൻ അയാളുടെ പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. വളരെ തിരക്കുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ട്രെയിൻ മാറിക്കയറേണ്ട ഒരു റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുതലായിരിക്കും. പിന്നെ ട്രെയിൻ മാറിക്കയറുന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു അവിടെ. ആ സ്ത്രീകളെ ഒരു മാന്യനായ വ്യക്തി വന്ന് സഹായിച്ചതിന് ശേഷം അയാൾ ഇവരോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. ഇതേപോലെ പോകുന്ന വഴി അയാൾ പല വിശേഷങ്ങളും പറയുന്നു, ചരിത്രങ്ങളൊക്കെ പറയുന്നു, ഇയാളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഇവരുമായിട്ട് വളരെയധികം നല്ല സൗഹൃദത്തിലാവുന്നു. രാത്രിയാകുമ്പോൾ അതിൽ പ്രായത്തിൽ മൂത്ത സ്ത്രീ ഇവരുടെ കയ്യിലുള്ള ആഭരണങ്ങളും കൂടെ താമസിക്കുന്ന ആളുടെ ആഭരണങ്ങളും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒരു സഞ്ചിയിലാക്കി അവരുടെ തലയിണ പോലെ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. നമ്മളിപ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ബാഗിലാക്കിയിട്ട് നമ്മളുടെ തലയുടെ കീഴിൽ വെച്ച് കിടന്നുറങ്ങും. കാരണം
എന്തെങ്കിലും ഒരു അനക്കമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഈ കള്ളന്മാർ നല്ല വിദഗ്ധന്മാരാ. നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഈ പെണ്ണുങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ഇവരുടെ ഈ ബാഗ് കുത്തിക്കീറിയിരിക്കുന്നു, ആളെ കാണാനില്ല. എന്താണ് സംഭവിച്ചത്, ആരാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവര് മോഷണം നടത്തുന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ഥലത്തൊന്നും ഇവർ മോഷണം നടത്തില്ല, ഇവർ താമസിക്കുന്ന സ്ഥലത്ത് മോഷണം നടത്തില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർ ഒരു സ്ഥലത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇവർ മോഷണം നടത്തില്ല. പിന്നെ ഓരോ തവണ ഇവർ മോഷണത്തിനിറങ്ങും ഉപയോഗിക്കുന്ന പേര് പിന്നീട് ഉപയോഗിക്കില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരെ ട്രേസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു രേഖാചിത്രം ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരമാവധി പോസിബിലിറ്റീസ് ഒക്കെ വരച്ചെടുത്തിട്ട് അത് വെച്ച് നോക്കിയിട്ടാണ് പലപ്പോഴും പോലീസുകാർ ഇവരെ പിടിക്കാനൊരു ശ്രമമെങ്കിലും നടത്തുന്നത്. വളരെ ചുരുക്കം കേസുകൾ മാത്രമേ ഇവർ പിടിക്കപ്പെടുകയും ചെയ്യുള്ളൂ. പിന്നെ ഇവരുടെ ജീവിത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിൽ പുരുഷന്മാർക്ക് ബഹുഭാര്യത്വം, അതായത് ഒന്നിൽ കൂടുതൽ പേരെ കല്യാണം കഴിക്കാം, അത് അനുവദനീയമാണ്. വിധവകൾക്ക് പുനർവിവാഹം അനുവദനീയമാണ്. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, പൈസയുടെ ആവശ്യം വരുമ്പോൾ ആരുടെയെങ്കിലും നിന്നും കടം മേടിക്കും. ഈ കടം കൊടുക്കുന്നയാൾക്ക് പണയമായി വെക്കുന്നത് സ്വന്തം ഭാര്യയെ തന്നെ ആയിരിക്കും. അങ്ങനെ പണയപ്പണ്ടമായി വെക്കുന്ന ഭാര്യ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇയാൾക്ക് പണം കൊടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ പണം വാങ്ങിയത് അയാളുടെ സ്വത്തായി തീരും, അല്ലെങ്കിൽ അയാളുടെ ദാസിയായി തീരും, അല്ലെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇവർ പ്രധാനമായിട്ടും തെലുഗുവാണ് സംസാരിക്കുന്നത്. അതുകൂടാതെ തന്നെ തമിഴും കന്നഡയും ഒക്കെ സംസാരിക്കുന്ന ആളുകളാണ് ഈ കേപ്പ് മാരിസ് എന്ന് പറയുന്നത്. ഇവരിപ്പോഴും ആക്റ്റീവാണെന്നാണ് DYSP പറയുന്ന ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. കുർവാ സംഘങ്ങളെക്കാളൊക്കെ 10 മടങ്ങ് ഭീകരന്മാരാണ് കേപ്പ് മാരിസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അളഗിരീസിൽപ്പെട്ട മറ്റൊരു കൂട്ടരാണ് ഇവരെ ദാസറികൾ എന്നാണ് പറയുന്നത്. ഗൊള്ള ദാസറീസ്, ഗുഡു ദാസറീസ്, ദോങ്ക ദാസറീസ് എന്ന പേരിലൊക്കെ ഇവർ അറിയപ്പെടുന്നുണ്ട്. ഈ ദാസറി എന്ന് പറയുന്നതിൻ്റെ പ്രൊനൗൺസിയേഷൻ അഗെയിൻ ശരിയാണോ, ആ ഉച്ചാരണം ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക. ഈ കൂട്ടര് സത്യത്തിൽ കുർവാ സംഘത്തിൻ്റെ രീതികളുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളുകളാണ്. കുർവാ സംഘങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ദാസറികൾ മോഷണം നടത്തുന്നത്. ഈ കൂട്ടർ താമസിക്കുന്നത് മദ്രാസ് പ്രസിഡൻസിയുടെ വടക്ക് ഭാഗത്താണ്. പ്രധാനമായിട്ടും ബെല്ലാരി, കടപ്പ, നെല്ലൂർ ഈ ഭാഗത്താണ് ഇവർ താമസിച്ചിരുന്നത്. ഇവരുടെ നേതാവിനെ വിളിക്കുന്ന പേര് ഗുഡു എന്നാണ്. ഇവര് കേപ്പ് മാരിസിനെ പോലെ തന്നെ വേഷന്മാര് നടന്നാണ് മോഷണം നടത്തുന്നത്. പക്ഷെ ഇവർ മോഷ്ടിക്കുന്നത് വീടുകളിൽ നിന്നാണ്. ഭവനഭേദനമാണ് ഇവരുടെ മോഷണ രീതി. നേരത്തെ പറഞ്ഞതുപോലെ കുർവാ സംഘവുമായിട്ട് സാമ്യതയുള്ള രീതിയിലാണ് ഇവരുടെ മോഷണം. ഇവര് സന്യാസികളുടെ വേഷത്തിലാണ് മോഷ്ടിക്കാനായിട്ട് ഇറങ്ങുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് മോഷ്ടിക്കാൻ ഇറങ്ങാറില്ല ഭവനഭേദനത്തിന്. പെണ്ണുങ്ങൾ കേപ്പ് മാരിസിനെ പോലെ തന്നെ ഉത്സവങ്ങളിലും അല്ലെങ്കിൽ ട്രെയിൻ യാത്രകളിലും ഒക്കെയാണ് മോഷണം നടത്തുന്നത്. പക്ഷേ ആണുങ്ങൾ ഭവനഭേദനത്തിനാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ആളുകളെ ഇവർ ആക്രമിക്കാറില്ല. ഇവർ സാധാരണഗതിയിൽ സന്യാസിമാരുടെ വേഷത്തിലാണ് നടക്കുന്നത്. ഭിക്ഷാന്തേഹികളായ സന്യാസിമാർ എന്ന് പറയുമ്പോൾ ഭിക്ഷക്കാരെ പോലെയല്ല, പക്ഷേ സന്യാസികൾ ഭിക്ഷയെടുത്ത് ജീവിക്കണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ, അതനുസരിച്ച് ഭിക്ഷാന്തേഹിയായ സന്യാസികളായിട്ടാണ് ഇവർ പോകുന്നത്. ഒരേ സമയം 10-12 പേരുടെ ഒരു ഗ്യാങ്ങാണ് ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. അതിനുശേഷം ഇവർ 3-4 പേരുള്ള ഗ്യാങ്ങായിട്ട് വേർപിരിയും. ഇവർക്ക് ഈ വേദങ്ങളിലൊക്കെ അറിവുണ്ട്, അതുകൊണ്ട് വേദങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ഈ ഗ്രാമങ്ങളിലും കുടുംബങ്ങളിലൊക്കെ വലിയ ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നെന്ന്. അവർക്ക് ആ വീട്ടിൽ കയറി ചെല്ലാം. അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഇവർ ആ വീടിൻ്റെ ആകൃതിയും അതിൻ്റെ ഒരു കെട്ടും മട്ടും ഒക്കെ മനസ്സിലാക്കി വെക്കും മോഷണം നടത്തുന്നതിന് വേണ്ടി. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവർ രാത്രിയാണ് മോഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. കുർവാ സംഘത്തെ പോലെ പിൻവാതിലിലൂടെയാണ് ഇവർ മോഷണം നടത്തുന്നത്. ഇവർക്ക് അന്നാട്ടിൽ നിലവിലുള്ള എല്ലാ വാതിലുടെയും ഒരു നിർമ്മിതി ഘടനയൊക്കെ ഇവർക്കറിയാം. അതനുസരിച്ചിട്ട് വാതിലിൻ്റെ ഏതു ഭാഗത്താണ് ലോക്ക് വരുന്നത്, ഏതു ഭാഗത്താണ് ബോൾട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാക്ഷി എന്ന് പറയും, ലാച്ചസ് എന്ന് പറയും, തഴുത് എന്നൊക്കെ പറയും, ഏത് ഭാഗത്താണ് അത് വരുന്നതെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. ആ ഭാഗത്ത് ഭിത്തിയിലൂടെ ഇവരൊരു ദ്വാരം ഉണ്ടാക്കും. ഈ ദ്വാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടാൽ ചെറിയ വീണ പോലെ ഇരിക്കുന്ന ഒരു ഉപകരണമാണ്. പകൽ ഇവരുടെ കയ്യിൽ ഇതിരിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവർ വേദമന്ത്രങ്ങളൊക്കെ ഉരുവിടുമ്പോൾ അതിന് പശ്ചാത്തല സംഗീതമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ അത് ഭിത്തി തുറക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമാണ്. അങ്ങനെ ഒരു കൈ കടത്താനുള്ള പാകത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ കൈയിട്ട് ഇവർ വാതിലിൻ്റെ ലോക്ക് മാറ്റും. വലിയ ശബ്ദമൊന്നുമില്ലാതെ ഭിത്തി തുറക്കാനും വാതിൽ തുറക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇവരകത്ത് കയറുന്നത് ആരും അറിയാറില്ല. എന്തിനാണ് ഇവരിങ്ങനെ വാതിൽ തുറന്നു വെക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള വഴി ആദ്യം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ചെറിയ ലോകവും വലിയ മനുഷ്യരും എന്നൊരു സിനിമയിൽ തിലകൻ അയാളുടെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കുന്ന കള്ളന്മാരും മുകേഷ്, ഇന്നസെന്റ്, മാമുക്കോയ, ജഗതി ഇവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു കള്ളൻ അകത്ത് കടന്നാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവർക്ക് അറിയില്ല എന്ന് പറയും. ഇദ്ദേഹം പറയും ആദ്യം ചെയ്യേണ്ടത് രക്ഷപ്പെടാനുള്ള വഴി കണ്ടുവെക്കുക എന്നുള്ളതാണ്. അങ്ങനെ
രക്ഷപ്പെടാനുള്ള വഴി ഇവർ ആദ്യം കണ്ടുവച്ചിട്ടുണ്ടാകും. അതിനുശേഷമാണ് ഇവർ മോഷണം ആരംഭിക്കുന്നത്. ഇവർ മോഷ്ടിക്കുന്നത് പ്രധാനമായിട്ടും ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളും കുട്ടികളും അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളാണ്. ഈ ആഭരണങ്ങൾ കിട്ടുന്നതോടെ ഇവരവിടെ നിന്ന് സ്ഥലം കാലിയാക്കും. അങ്ങനെ ഒരു പ്രദേശത്തെ മോഷണം നടത്തി കഴിഞ്ഞാൽ പിന്നെ ഇവർ തിരിച്ച് നാട്ടിലേക്ക് യാത്രയാകുക എന്നുള്ളതാണ്. സംഘങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് വാഴയിലയാണ്. ഈ വാഴയില പ്രത്യേക രീതിയിലൊക്കെ നെയ്തെടുത്തിട്ട് ഇവരോട് ഉപേക്ഷിച്ചിട്ട് പോകും. ആ നെയ്തെടുത്തിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ മറ്റു കള്ളന്മാർക്ക് അത് ഡീകോഡ് ചെയ്യാൻ പറ്റും എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. പല എക്സ്പേർട്സിനും ഈ വാഴയുടെ നെയ്ത്തൊക്കെ കാണുമ്പോൾ അത് ഈ കള്ളന്മാർ ചെയ്താണെന്ന് മനസ്സിലാകുമെങ്കിലും അത് വ്യാഖ്യാനിച്ചെടുക്കാനുള്ള കഴിവൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വാഴയില നെയ്തിട്ടാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ മോഷ്ടിച്ച് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇവർ വരുന്ന വഴി തന്നെ വിറ്റ് കാശാക്കും. ഒരിക്കലും അത് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരില്ല. വരുന്ന വഴിക്ക് തന്നെ വിറ്റ് കാശാക്കിയിട്ടാണ് ഇവർ തിരിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. മറ്റ് ഗോത്രങ്ങളെ പോലെ തന്നെ ഗ്രാമത്തലവൻ ഈ തുക വെപ്പിക്കുന്നു, അതിനൊരു ഷെയർ ഇവർക്ക് കൊടുക്കുന്നു. ഇവർ ഈ തൊണ്ടി മുതൽ നേരത്തെ തന്നെ വിറ്റ് വരുന്നത് കൊണ്ട് തന്നെ തൊണ്ടിയോട് ഒരിക്കലും പോലീസുകാർക്ക് ഇവരെ പിടിക്കാൻ സാധിക്കില്ല. ഈ ഗ്രാമങ്ങളിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മോഷണം മുതലും അവിടെ നിന്ന് കിട്ടില്ല. ഈ രീതിയിലാണ് ഇവരുടെ മോഷണ രീതി. ഇവർ പ്രധാനമായിട്ട് സംസാരിച്ചിരുന്നത് തെലുഗു ഭാഷ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്രാസ് പ്രസിഡൻസിയുടെ വടക്ക് ഭാഗത്താണ് ഇവരെ കാണപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹിന്ദിയും വശമുള്ള ആളുകളായിരുന്നു. ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുർവാ സംഘത്തിൻ്റെ മോഷണ രീതിയോട് വളരെയധികം സാമ്യമുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് മതിലിലൊക്കെ വരച്ച് കുർവാ സംഘം അടയാളം ഇടുന്നത് പോലെ വാഴയില നെയ്തെടുത്ത് അടയാളം ഇടുക, പല രീതിയിൽ വേഷം മാറി വന്ന് വീടുകളിലെത്തി ആ വീടിൻ്റെ ഘടന മനസ്സിലാക്കി വെക്കുക, പിൻവാതിൽ തുറക്കുകയോ തകർക്കുകയോ ചെയ്ത് അകത്ത് കടന്ന് മോഷണം നടത്തുക, സ്വർണം മോഷ്ടിക്കുക, ഇതൊക്കെ കുർവാ സംഘത്തിൻ്റെ ഒരു രീതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവർ സന്യാസികളെ പോലെ മാത്രമല്ല കേട്ടോ, ബ്രാഹ്മണന്മാരുടെ വേഷത്തിൽ, കച്ചവടക്കാരുടെ വേഷത്തിൽ, അതേപോലെ തന്നെ കന്നുകാലികളെ വിൽക്കുന്നവരുടെ വേഷത്തിലൊക്കെ വേഷം മാറി ഓരോ നാട്ടിലെത്തി മോഷണം നടത്താറുണ്ട്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, പടയാച്ചികൾ എന്നറിയപ്പെടുന്നവർ. അവർ തൊഗമലൈ കുറവർ എന്ന പേരിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇവരും ഏകദേശം കേപ്പ് മാരിസിനെ പോലെ തന്നെയാണ്. പ്രധാനമായിട്ട് സംസാരിക്കുന്ന ഭാഷ തമിഴാണ്. കാരണം മദ്രാസ് പ്രസിഡൻസിയുടെ തെക്ക് ഭാഗത്താണ് ഇവരെ കണ്ടുവരുന്നത്. കേപ്പ് മാരിസിനെ പോലെ ട്രെയിനുകളും ഉത്സവ സ്ഥലങ്ങളുമാണ് ഇവരുടെ മോഷണ കേന്ദ്രങ്ങൾ. വേഷന്മാർ തന്നെയാണ് മോഷണത്തിന് പോകുന്നത്. മോഷണം കൂടാതെ ഇവരും അതേപോലെ തന്നെ കേപ്പ് മാരിസും ചെയ്യുന്നൊരു കാര്യമാണ് കള്ളനോട്ടടി. കള്ളനോട്ടടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കള്ള നാണയമടി എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന വെള്ളി നാണയങ്ങളുണ്ടല്ലോ, ആ നാണയങ്ങൾ ഇവർ ചെമ്പുകൊണ്ടുണ്ടാക്കി വെള്ളി പൂശിയെടുക്കും. കണ്ടാൽ വെള്ളി നാണയങ്ങൾ പോലെ തന്നെ ഇരിക്കും. അങ്ങനെ കള്ളനോട്ടടിയിൽ കൂടെ അല്ലെങ്കിൽ കള്ള നാണയമടിയിൽ കൂടെ വിദഗ്ധരായ ആളുകൾ ഈ തൊഗമലൈ കുറവന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കൂട്ടർ മദ്രാസ് പ്രസിഡൻസിയിൽ അന്ന് ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ജീവിത രീതിയാണ് ഒരു ക്ലാൻ പോലെ, ഒരു ഗോത്രം പോലെ താമസിക്കുക. ഒരുപക്ഷെ ഒരു ഗ്രാമം മുഴുവനും കള്ളന്മാരായിരിക്കുക. ഇവർ പിന്തുടരുന്ന രീതി പോലെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി മോഷണം നടത്തുക, ആ മോഷണം നടത്തുന്ന മുതലുമായിട്ട് തിരിച്ച് ഗ്രാമത്തിലേക്ക് വരിക, അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ഷെയർ ചെയ്യുക. ഇതെല്ലാം തന്നെ കുർവാ സംഘങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് കുർവാ സംഘങ്ങളുടെ മുൻഗാമികളായിരിക്കാം ഫ്രെഡറിക് മെലാനി തൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഈ കള്ളന്മാരുടെ വിവിധ ഗോത്രങ്ങൾ. ഈ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.